ഹലോ മക്കളെ, പ്ലസ് വൺ മാത്സ് പഠനം എല്ലാവരും അതിഗംഭീരമായിട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സ്കൂളിലെല്ലാം പോയി ഒന്നാമത്തെ പാഠം പഠിച്ചാരംഭിച്ചു കഴിഞ്ഞ് കാണും. സെറ്റ്സ് വെച്ചായിരിക്കും എല്ലാ സ്കൂൾസിലും ക്ലാസ്സുകൾ ആരംഭിച്ച് കാണാം. സെറ്റ്സിൽ ബോർഡ് എക്സാമിന് നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സിനകത്ത് റോസ്റ്റർ ഫോം ക്വസ്റ്റ്യൻ. റോസ്റ്റർ ഫോം ഇല്ലാതെ ചോദ്യ പേപ്പർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ റോസ്റ്റർ ഫോമിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും റോസ്റ്റർ ഫോമിന്റെ ക്വസ്റ്റ്യൻസ് ഏതെല്ലാമാണ് എക്സാമിന് ചോദിക്കാനും എല്ലാമാണ് നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ കാണുന്ന വീഡിയോ എല്ലാ മക്കളും മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഈ കാണുന്ന വീഡിയോ ലൈക്കും ചെയ്യുക. നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക ബോർഡ് എക്സാമിന്? ഇതാണ് മക്കളെ ബോർഡ് എക്സാമിന്റെ ഒരു ചോദ്യം. പണ്ടൊരു എക്സാം ചോദിച്ചാണ് എങ്ങനെയാണത് ഈ കാണുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യുക. നമ്മൾ ടോപ്പ് ആയിട്ട് നിൽക്കുന്ന 5 ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്ന വീഡിയോക്കകത്ത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാവരും നോക്കാം എന്തായിരിക്കും ഇവന്റെ ആൻസർ. റൈറ്റ് ദി സെറ്റ് x such that x is a positive integer and x square less than 40. x എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇന്റിജർ ആയിരിക്കണം. അപ്പോൾ ആദ്യമായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണ് പോസിറ്റീവ് ഇന്റിജർ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് പോസിറ്റീവ് ഇന്റിജേഴ്സ് ആരംഭിക്കുന്നത്? മക്കളെ, പോസിറ്റീവ് നമ്പേഴ്സ് സ്റ്റാർട്ട് ഫ്രം 1. അതായത് ഇന്റിജേഴ്സിന്റെ കേസിൽ പോസിറ്റീവ് നമ്പർ നമുക്ക് എന്താണ് 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇന്റിജേഴ്സ് പറയുമ്പോൾ എവിടെ നിന്നോ ആരംഭിച്ച് -4 ഇങ്ങനെ എത്തി -3 -2 -1 0 1 2 3 4 5 ഇങ്ങനെ മുന്നോട്ട് പോകുന്ന നമ്മൾ ഇന്റിജേഴ്സ് വിശേഷിപ്പിക്കുന്നത്. ഈ കാണുന്ന ഇന്റിജേഴ്സിൽ പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ പോസിറ്റീവ് വരുമ്പോൾ ഇവന്മാർ ഒരാളും ഉണ്ടാവുകയില്ല, ഇൻക്ലൂഡിങ് 0യും ഉണ്ടാവുകയില്ല. 0 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ അല്ല എന്ന് എല്ലാ മക്കളും മനസ്സിലാക്കണം. 0 എന്ന് പറയുന്നത് പോസിറ്റീവുമല്ല നെഗറ്റീവുമല്ല. ആൻഡ് ദി പോസിറ്റീവ് നമ്പർ സ്റ്റാർട്ട് ഫ്രം 1. ഈ പറയുന്ന 1 ഉണ്ടല്ലോ, അവിടെ നിന്നാണ് പോസിറ്റീവ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ സെറ്റിലെ എലമെന്റ്സ് എന്തായാലും 1 2 3 4 5 6 7 8 ഇങ്ങനെ പോകും. പക്ഷേ ഇത് മാത്രമല്ല, പോസിറ്റീവ് ഇന്റിജേഴ്സ് മാത്രമല്ല, ഒരു കണ്ടീഷനും കൂടിയുണ്ട്. എന്താ? ആ കാണുന്ന നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 40നേക്കാളും താഴെ ആയിരിക്കണം. ഓക്കെ, ഒരു പോസിറ്റീവ് ഇന്റിജർ ഉണ്ട്, ആ കാണുന്ന പോസിറ്റീവ് ഇന്റിജറിന്റെ സ്ക്വയറിന്റെ വാല്യൂ 40നേക്കാളും താഴെ. ഇതാണ് ക്വസ്റ്റ്യന്റെ മീനിങ്. നോക്കിയേ, ഇവിടെ 1 ഉണ്ട്. എന്താ മക്കളെ 1ന്റെ സ്ക്വയറിന്റെ വാല്യൂ? നമുക്ക് എല്ലാവർക്കും അറിയാം, അത് 1 തന്നെയാണ്. ഇവിടെ 2 ഉണ്ട്, അടുത്ത ആളാണ് 2. ഈ കിടക്കുന്ന 2ന്റെ സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്? അതും എല്ലാവർക്കും അറിയാം. 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണെന്ന്. മക്കളെ, 1 ആയിക്കോട്ടെ 4 ആയിക്കോട്ടെ, രണ്ടുപേരും എന്താണ് 40നേക്കാളും താഴെയാണ്. അപ്പോൾ ഓരോ നമ്പറിന്റെയും സ്ക്വയേഴ്സ് കണ്ടുപിടിച്ച് ഈ കാണുന്ന സ്ക്വയറിന്റെ വാല്യൂ 40നേക്കാളും താഴെയാണെന്ന് എല്ലാവരും പരിശോധിക്കണം. ഇതാ 3ലേക്ക് വരുമ്പോൾ 3 സ്ക്വയർ നമുക്കറിയാം 9 ആണ്. 4ലേക്ക് വരുമ്പോൾ 4 സ്ക്വയർ 16ഉം 5ലേക്ക് വരുമ്പോൾ മക്കളെ 5ന്റെ സ്ക്വയർ 25ഉം 6ലേക്ക് വരുമ്പോൾ 6 സ്ക്വയർ 36ഉം ആൻഡ് 7ലേക്ക് വരുമ്പോൾ ഇവിടെയാണ് ആദ്യമായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ പ്രശ്നം നേരിടാൻ വേണ്ടി പോകുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, 7ന്റെ സ്ക്വയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും 49 ആണ്. അതായത് നമ്പറിന്റെ സ്ക്വയർ 40നേക്കാളും താഴെ. ഇവിടെ വരെ പക്കിയിരുന്നു 1 4 9 16 25 36 ഇതെല്ലാം എന്താണ്? ഇതെല്ലാവരും തന്നെ 40നേക്കാളും താഴെയാണെന്ന് പറയാം. പക്ഷേ അടുത്ത വന്ന ആൾ, ഈ പറയുന്ന 49 എന്ന് പറയുന്ന ആൾ, അത് 40നേക്കാളും മേലെയാണ്. ഇനി 8ന്റെ സ്ക്വയർ 64, അത് 40നേക്കാളും മേലെയാണ്. 9ന്റെ സ്ക്വയർ 81, അതും 40നേക്കാളും മേലെയാണ്. സോ ഈ കാണുന്ന നമ്പേഴ്സ് തൊട്ട് ബാക്കി എല്ലാവരുടെയും സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? അത് 40നേക്കാളും മേലെയായിരിക്കും. സോ ഇതിന്റെ താഴെയുള്ള 7ന്റെ താഴെയുള്ള 1 2 3 4 5 6 ഈ കാണുന്ന നമ്പേഴ്സ് മാത്രമായിരിക്കും പോസിബിൾ ആവുക. സോ ദി ആൻസർ ഇസ് നത്തിങ് ബട്ട് സെറ്റ് ഓഫ് ഓൾ 1 2 3 4 5 6. ഇത് മാത്രമാണ്. ഇവൻ പോസിറ്റീവ് ആണ്. അത് മാത്രം പോരാ, പോസിറ്റീവും അതുപോലെ തന്നെ ഇവന്റെ ഓരോരുത്തരുടെയും സ്ക്വയർ എന്ന് പറയുന്നത് 40നേക്കാളും താഴെയാണ്. ബസ്കരോ, ഇതാണ് മക്കളെ ഇവിടുത്തെ എക്സാമിന്റെ ഒരു ചോദ്യം. ഞാൻ മുന്നോട്ട് പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. നോക്കൂല, ഇഫ് a equals to of all x such that x is a factor of 6. ഓക്കെ, 6ന്റെ ഫാക്ടേഴ്സ് അതാണ് എന്റെ സെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് b എന്താണ്? b എന്ന് പറയുന്നത് ഈവൻ ഇന്റിജേഴ്സ് 2 less than or equal to x less than 9. അപ്പോൾ 2ന്റെയും 9ന്റെയും ഇടയിലുള്ള ഈവൻ ഇന്റിജേഴ്സ് എന്നാണ് ചോദ്യം വരുന്നത്. രണ്ട് ചെയ്യും വളരെ കൂളായിട്ട്. ഒന്നാമത്തെ സെറ്റ് എ എഴുതാം. നോക്കൂല, എന്താണ് ബേസിക്കലി ഫാക്ടേഴ്സ്? ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും ഫാക്ടേഴ്സ്, എന്നാലും വീണ്ടും പറയാം കേട്ടോ. ഫാക്ടർ മാത്രമാണ് ഒരു നമ്പറിനെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന നമ്പേഴ്സ് ആണ് നമുക്ക് അവന്റെ ഫാക്ടർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം മക്കളെ, ഇവിടെ 6 തന്നെയാണ്, 6 എടുത്തു.
6നെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? എനിക്ക് 6നെ ഡിവൈഡഡ് ബൈ 1 ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്താ അതിന്റെ മീനിങ്? ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ റിമൈൻഡർ 0 ലഭിക്കണം. അറിയാലോ, 6നെ ഞാൻ 1 കൊണ്ട് ഹരിക്കുമ്പോൾ 6 വട്ടം ഇവിടെ റിമൈൻഡർ 0. അപ്പോൾ കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിച്ചു, ഈ പറയുന്ന 1 കൊണ്ട് എനിക്ക് നമ്മളുടെ 6നെ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. 2 കൊണ്ടോ? 2 കൊണ്ടും അതിഗംഭീരമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 3 ടൈംസ് പോയി 6 മൈനസ് 0. സോ 2 കൊണ്ട് നമുക്ക് എന്താണ് 6നെ വളരെ ഗംഭീരമായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. വിച്ച് മീൻസ് 2 is also factor of 6. 2 എന്ന് പറയുന്നതും 6ന്റെ ഫാക്ടറാണ്. എനിക്ക് 3 കൊണ്ടും ഇതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാൻ 4ലേക്ക് പോകുമ്പോൾ എനിക്ക് 4 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ആലോചിക്കും, പറയാം പറ്റല്ലോ. 6 ഡിവൈഡഡ് ബൈ 4 3/2 1.5 ഓക്കെ ആണല്ലോ. ഇങ്ങനെ ഫ്രാക്ഷൻ വരാൻ പാടില്ല, പോയിന്റ് വരാൻ പാടില്ല. അതായത് ഞാൻ 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാവരും നോക്കും, ഒരു വട്ടം പോയി 4 വന്നു, റിമൈൻഡർ 2 പറ്റില്ല. റിമൈൻഡർ 0 വരണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഡിവിസിബിൾ അല്ലെങ്കിൽ ഡിവൈസർ എന്നൊക്കെ തന്നെ പറയാൻ വേണ്ടി സാധിക്കുള്ളൂ മക്കളെ. ഇതാ 4 ഈസ് ഡിവിസിബിൾ ബൈ 6 എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. ബിക്കോസ് 4 കൃത്യമായിട്ട് 6നെ ഡിവൈഡ് ചെയ്യില്ല. അതുകൊണ്ട് പറയാൻ പറ്റും 4 എന്ന് പറയുന്നത് അതൊരു ഫാക്ടർ അല്ല. ഫാക്ടർ ആയിരുന്നെങ്കിൽ നമുക്ക് എന്താണ് കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ ഒരുപാട് ടേംസ് ഉണ്ട്, ഡിവൈസർ, ഡിവിസിബിൾ, ഇങ്ങനെയൊക്കെ തന്നെ ഒരുപാട് ടേംസ് ഉണ്ട്. തൽക്കാലം നമുക്ക് എന്താണ് ഫാക്ടറിലേക്ക് തന്നെ ഒതുങ്ങി നിൽക്കാം. സോ 4 ഫാക്ടർ അല്ല, 5 ഫാക്ടർ അല്ല, ആൻഡ് ഫൈനലി 6. സോ 1 2 3 6 ഈ പറയുന്ന 4 പേരാണ് നമ്മളുടെ 6ന്റെ ഫാക്ടേഴ്സ് പറയുന്നത്. ചോദ്യം അതായിരുന്നു, എക്സ് ഇസ് എ ഫാക്ടർ ഓഫ് 6. സോ എ എന്ന് പറയുന്ന സെറ്റ് എന്താണ്? 6ന്റെ ഫാക്ടേഴ്സ് 1 2 4. സോ 1 2 3 6 കഴിഞ്ഞു. ഇതാണ് 6ന്റെ ഫാക്ടേഴ്സ്. ഞാൻ മുന്നോട്ട് പോകുന്നു. ബി എന്ന് പറഞ്ഞ സെറ്റ് എഴുതണം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഈവൻ ഇന്റിജർ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 9. മക്കളെ 2ന്റെയും 9ന്റെയും ഇടയിലുള്ള ഇന്റിജേഴ്സ്. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യണമെന്ന് അറിയോ? ഈ പറയുന്ന 2ന്റെയും 9ന്റെയും ഇടയിലുള്ള എല്ലാ ഈവൻ ഇന്റിജേഴ്സ് എഴുതി വെക്കുക. ഈവൻ നമ്പേഴ്സ്, ഈവൻ സംഖ്യകൾ. പിള്ളേർ എന്താ ചെയ്യണമെന്ന് അറിയോ? ആദ്യം 2ഉം 9ന്റെയും ഇടയിൽ നമ്പേഴ്സ് മതി. ഇടയിൽ നമ്പേഴ്സ് മതി. അതായത് 4 കൊള്ളാം, 6 8 വേറെ വേണ്ട, 10 വേണ്ട. എന്താ കാരണം? 2ന്റെയും 6ന്റെയും ഇടയിലെ ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകൾ കേട്ടോ. അപ്പൊ എന്താ 4 6 8 എഴുതി. ഞാൻ ആലോചിച്ചു, ഇനി ഒരു ചെറിയ കോൺസെപ്റ്റ് ബാക്കിയാണ്, വേറെ ഒന്നുമല്ല. ഇവിടെ ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ നമ്പറിനെ ഉൾപ്പെടുത്തണ്ട. ലെസ് ദാൻ ഓർ ഈക്വൽ ആണെങ്കിൽ നമ്പറിനെ ഉൾപ്പെടുത്തണം. ഇതാണ് ലെസ് ദാൻ ഓർ ഈക്വൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കാം, ഇവിടെ 2 ഉണ്ട്. 2ന്റെ അവിടെ എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ 2നെ നമ്മൾ ഉൾപ്പെടുത്തണം. 2ന്റെ അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ആണ് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. വിച്ച് മീൻസ് നമ്മൾ 2 എന്ന് പറഞ്ഞ നമ്പറിനെ അവിടെ ഉൾപ്പെടുത്തണമെന്ന് എല്ലാ മക്കളും ഓർക്കണം. ഞാനിതാ 2 ഇവിടെ എഴുതി. 9നെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എന്റെ അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാവരും നോക്കുക, 9ന്റെ അവിടെ ലെസ് ദാൻ ആണോ, ലെസ് ദാൻ ഓർ ഈക്വൽ ആണോ? 9ന്റെ അവിടെ ലെസ് ദാൻ മാത്രമാണ്. വിച്ച് മീൻസ് നമ്മൾ 9നെ ഉൾപ്പെടുത്തണ്ട. നമ്മൾ 9നെ ഉൾപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം അവിടെ ലെസ് ദാൻ മാത്രമാണ്. സോ ഇതാണ് മക്കളെ നമ്മുടെ ബി എന്ന് പറയുന്ന ഉത്തരമായിട്ട്, ബി എന്ന് പറയുന്ന സെറ്റ് ആയിട്ട് നമുക്ക് വരുന്നത് 2 4 6 8. ബസ്കരം. മൂവിങ് ഓൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കണ്ടുകൊടുക്കുന്നത് ഈ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദി വേർഡ് ട്രിഗണോമെട്രി. ട്രിഗണോമെട്രി എന്ന് പറയുന്ന വാക്കിലെ ലെറ്റേഴ്സിന്റെ കളക്ഷൻ. ഇതൊരു വാക്കാണല്ലോ, ഒരു വേർഡാണല്ലോ. ഒരുപാട് അക്ഷരങ്ങളുള്ള ഒരു വാക്കാണ് ട്രിഗണോമെട്രി. ഇതിലത്തെ ലെറ്റേഴ്സിന്റെ കളക്ഷൻ എന്താ അറിയോ? ഓരോന്നും എഴുതി വെച്ചോ, ഒന്നാലും വെക്കണ്ട. ഓരോ ലെറ്ററിനെയും എല്ലാവരും എഴുതി വെക്കാം. ടി കൊള്ളാം, ആർ കൊള്ളാം, ഐ കൊള്ളാം, ജി കൊള്ളാം, ഓ കൊള്ളാം, എൻ കൊള്ളാം. ഓ എഴുതുമ്പോൾ എനിക്ക് കാര്യം പറയാനുണ്ട്. വേറൊന്നല്ല, നിങ്ങൾക്കൊരു കാര്യം ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മനസ്സിലാകും. അപ്പൊ ഓട്ടോമാറ്റിക്കലി സെറ്റിനും അങ്ങനെ തന്നെയാണ്. ഒരു കാര്യം എനിക്ക് ഒരു വട്ടം പറഞ്ഞാൽ മതിയിടാന്നാണ് സെറ്റ് പറയുന്നത്. നോട്ട് ചെയ്യ എല്ലാവരും. ഒരു കണ്ടീഷൻ, നോ റിപ്പീറ്റേഷൻ.
സെറ്റിനകത്ത് റിപ്പീറ്റേഷൻ ആവശ്യമില്ല. സെറ്റിനകത്ത് റിപ്പീറ്റേഷൻ ആവശ്യമില്ല. ഒരാളെ ഒരു വട്ടം മാത്രമാണ് നിങ്ങൾ എഴുതാൻ പാടുള്ളൂ. ദേ ഇവിടെ നമ്മൾ വീണ്ടും ജി എഴുതി. എഴുതാൻ പാടില്ല മക്കളെ, തെറ്റാണെന്ന കാരണം ഒരു വട്ടം ഓൾറെഡി ഓ എഴുതിയിട്ടുണ്ട്. സോറി, ഒരു വട്ടം ഓൾറെഡി ഓ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ വീണ്ടും ഓ എഴുതണ്ട, യാതൊരു ആവശ്യവുമില്ല എന്ന് ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഇതാ മക്കളെ ഈ കാണുന്ന ഓ. മച്ചു ഓട്ടെ, വേണ്ട. അടുത്തെന്താ? എം എഴുതി, ഇ എഴുതി, ടി വേണോ? ടി എഴുതേണ്ട ആവശ്യമില്ല. എന്താ കാരണം? ഓൾറെഡി നമ്മൾ ഒരു ടി ഒരു വട്ടം എഴുതി കഴിഞ്ഞു. ഇനി വേണ്ട. 6ലേക്ക് വരുമ്പോൾ 6 എഴുതേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ ഒരു വട്ടം 6 എഴുതി കഴിഞ്ഞു. ആൻഡ് ഫൈനലി പോയി. സോ നോട്ട് ചെയ്ത് വെക്കുക, സെറ്റിനകത്ത് റിപ്പീറ്റേഷൻ പാടില്ല. ഒരാളെ ഒരു വട്ടം മാത്രമാണ് നിങ്ങൾ എഴുതാൻ വേണ്ടി പാടുള്ളൂ. ഇത് പണ്ടൊരിക്കൽ എക്സാമിന് ചോദ്യമാണ്, മാച്ച് ദി ഫോളോയിങ് ആയിട്ട്. അപ്പൊ എല്ലാവരും ഇത് പഠിക്കണം, പഠിച്ചിരിക്കണം. മുന്നോട്ട് പോകുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. a equal to for x such that x is an integer and -3 less than x less than 7. എല്ലാം ക്ലാസ് ഇഷ്ടപ്പെടുന്നില്ലേ? ക്ലാസ് കൊള്ളാം അല്ലേ? നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ കണ്ട് എല്ലാ വിഷയവും അത് ഗംഭീരമായിട്ട് പഠിച്ച് ഫുൾ മാർക്ക് നേടാനുള്ള ഓപ്ഷനാണ് സൈലത്തിനകത്ത് അഗ്നി ബാച്ചിൽ ഞങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. സോ എല്ലാ മക്കളും അഗ്നി ബാച്ചിൽ എത്ര വേഗം ജോയിൻ ചെയ്യുക. 999400 എന്ന് പറയുന്ന ഫോൺ നമ്പർ കോൺടാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പഠിച്ചുകൊണ്ട് തന്നെ പ്ലസ് 1 ക്ലാസ്സിനകത്ത് ഫുൾ മാർക്ക് എന്ന സ്വപ്നത്തിലേക്ക് നടന്ന് നീങ്ങാം. കണ്ടോളൂ. എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഇന്റിജർ -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7. -3യുടെയും 7ന്റെയും ഇടയിലുള്ള ഇന്റിജേഴ്സ് എഴുതി വെക്കാനായിട്ട് സിമ്പിൾ. എന്താ? നിങ്ങൾ നേരത്തെ ആലോചിക്കാം, -3ന്റെയും 7ന്റെയും ഇടയിലെ നമ്പേഴ്സ് വെട്ടുണ്ടല്ലോ. എന്താ ഓക്കെ? സംശയമുള്ളവരുണ്ട്. എന്താ നമ്പർ ഞാൻ വരച്ചു? 0 ഉണ്ട് ഇവിടെ, 1 2 അങ്ങനെ പോകുന്നു. ഇവിടെ -1 -2 -3 -4 പോകുന്നു കേട്ടോ. അപ്പോൾ -3ന് ശേഷം വരുന്ന നമ്പേഴ്സ്, അതായത് -2 -1 0 അങ്ങനെ പോകും കേട്ടോ. -1 ഇത് -2 -1 0 1 2 3 4 5 6 ഞാൻ എഴുതി. ഇനി ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ലെസ് ദാൻ ആണെങ്കിൽ ആ നമ്പർ ഉൾപ്പെടുത്തണ്ട. ലെസ് ദാൻ ഓർ ഈക്വൽ ആണെങ്കിലും ഉൾപ്പെടുത്തണം. മക്കളെ ഇവിടെ എന്താ? ഇവിടെ ലെസ് ദാൻ മാത്രമാണ് ഉള്ളത്. സോ -3നെ ഉൾപ്പെടുത്തണ്ട. ഇവിടെ -3 എഴുതണ്ട. ഇവിടെയോ ലെസ് ദാൻ 7 ആണുള്ളത്. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി, ഇവിടെ ലെസ് ദാൻ ആയതുകൊണ്ട് നമ്മൾ 7നെയും ഉൾപ്പെടുത്തണ്ട. ലെസ് ദാൻ ഓർ ഈക്വൽ ആയിരുന്നെങ്കിൽ 7ഉം കൂടി വേണമായിരുന്നു. ഇവിടെ ലെസ് ദാൻ മാത്രമായതുകൊണ്ട് നിങ്ങൾ ഇനി 7 എഴുതാൻ പാടില്ല കേട്ടോ. മുന്നോട്ട് പോകുന്നു. ബി എന്താ ബി പറയുന്നത്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. 6നേക്കാളും താഴെയുള്ള എണ്ണസംഖ്യകൾ, 6നേക്കാളും താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 5 കഴിഞ്ഞു. സോ ഇത്ര മാത്രമാണ് നമുക്ക് ഈ 2 ക്വസ്റ്റ്യൻസ് വരുന്നത്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചെയ്ത് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇത് അടുത്തൊരു കോൺസെപ്റ്റ് ആണ്, എന്നാൽ തന്നെ കേട്ടോ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7. ഓഹോ, എന്താ പറയുന്നത്? ശ്രദ്ധിച്ചെല്ലാവരും. 5നേക്കാളും താഴെ എക്സ് ലെസ് ദാൻ 5, നമ്പർ 5നേക്കാളും താഴെ ആയിരിക്കണം. ഒപ്പം തന്നെ എന്താ? അവൻ 7നേക്കാളും മേലെ ആയിരിക്കണം. എങ്ങനെ? 5നേക്കാളും താഴെ 7നേക്കാളും മേലെ. നിങ്ങൾക്ക് അങ്ങനത്തെ ഏതെങ്കിലും നമ്പേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുമോ? അറ്റ് എ ടൈം അവൻ 5നേക്കാളും താഴെയാവണം, അറ്റ് എ ടൈം അവൻ 7നേക്കാളും മേലെയാവണം. അങ്ങനെ ഒരു നമ്പർ പോലും ഉണ്ടാവില്ല. അറ്റ് എ ടൈം 5നേക്കാളും താഴെയും. 5നേക്കാളും താഴെ എന്ന് പറയുമ്പോൾ 1 2 3 4. 7നേക്കാളും മേലെയോ 8 9 10 അങ്ങനെ പോകുന്നു. അടിപൊളി. അപ്പോൾ ഇത് ഒന്നിച്ചു വരുന്നൊരു ഭാഗം ഉണ്ടാവും. 5നേക്കാളും താഴെയും 7നേക്കാളും മേലെയും ഒരിക്കലും ഉണ്ടാവില്ല. ഒരു നമ്പർ പോലും നമുക്ക് എന്താണ് അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കില്ല. വിച്ച് മീൻസ് എന്റെ എ എന്ന് പറയുന്ന സെറ്റ് എന്താ മക്കളെ? എംപ്റ്റി ആണ്. ഒരാള് പോലും സെറ്റിനകത്തില്ല. സോ ചോദ്യം എന്താ? നമ്പർ ഓഫ് എലമെന്റ് ഓഫ് എ. എയിൽ എത്ര പേരുണ്ട്? നമ്പർ ഓഫ് എലമെന്റ് ഓഫ് എ. എയിൽ എനിക്ക് ആരുമില്ല. എയിൽ 0 ആൾക്കാരാണുള്ളത്. വിച്ച് മീൻസ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. സോ എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും അത് ഗംഭീരമായി പഠിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ പിന്നീട് കണ്ടുമുട്ടാം. താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് ഫ്രം